ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് വളരെ ഉപയോഗമായി തോന്നിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മസാലപ്പൊടികളൊക്കെ മേടിക്കില്ലേ, പിന്നെ സാമ്പാർ, ചിക്കൻ മസാല ഇങ്ങനത്തൊക്കെ. അപ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് വെച്ചാൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് അതിലിട്ട് വെച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ വേപ്പില വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും വാടിപ്പോകും. അപ്പോൾ അത് വാടിപ്പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ ഒരു അടച്ചുറപ്പുള്ളൊരു കുപ്പിയിലാക്കിയിട്ട് നല്ല അടച്ച് വെക്കുക കുപ്പിയിൽ വെള്ളമൊന്നും പറ്റില്ല. എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അടച്ച് വയ്ക്കുക. അപ്പോൾ വേപ്പിൻ്റെ ഒരു മാസം വരെയും ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും വാടിപ്പോവാതെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കടുക്, ജീരക, ഉലുവൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കാണുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ബോട്ടിലുകളിലാക്കിയിട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ്, കറണ്ടിൻ്റെ അടുപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചായയൊക്കെ തിളച്ച് പോയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കറൊക്കെ ഉണ്ടാവും. നമ്മൾ പാചകം ചെയ്തതിൻ്റെ കറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും തിളച്ച് പോയിട്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിതൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇതാ പേസ്റ്റ് ഇതുപോലെ 4 പുറം ഒന്നിങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ബ്രഷ് വെച്ചിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് നല്ല ഒന്നിങ്ങനെ 4 പുറം അങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ടവൽ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. നല്ല ക്ലീനായി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി അടുത്തൊരു ടിപ്പ്, നമ്മൾ മാണിത്തട്ടൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊരു കയ്പ്പ് കാണില്ല, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂൺ മോരോ തൈര് എന്താ വീട്ടിലുള്ളത് വെച്ചാൽ അത് 2 ടീസ്പൂൺ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ എന്നിട്ട് ഇതിലേക്ക് മാണിത്തട്ട ചെറുതായി അരിഞ്ഞാൽ ഇട്ട് കൊടുത്ത് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ആ കയ്പ്പ് ഉണ്ടാവില്ല ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇളം ചൂട് പാലിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കി ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ഇത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതാ അടുത്തൊരു ടിപ്പ്, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പോരാൻ വേണ്ടി കുറച്ച് നെയ്യാക്കി കൊടുത്താൽ മതി ഇതുപോലെ പാത്രത്തിലൊന്ന് തടവി കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. ഇനി നെയ്യൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. ഇതാ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ തളിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോരും ഉള്ളി. ഇപ്പോൾ കണ്ടില്ലേ, എത്ര ഈസി ആയിട്ടാണ് പോരുന്നത്. ഇതുപോലെ ചെയ്ത് നോക്കുക. പാത്രത്തുമ്മലൊന്നും പിടിച്ചിട്ടില്ല ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ തേങ്ങ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഒരു വിസിൽ മതി അപ്പോഴേക്കും വെന്ത് കിട്ടും. എന്നിട്ട് ഇതുപോലെ അടർത്തിയെടുക്കുക പെട്ടെന്ന് അടർന്നു പോരും.
ചൂടുണ്ട്, അതാണ്. നല്ല ചൂടുണ്ട്. കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം എടുത്താലും മതി കേട്ടോ, പെട്ടെന്ന് പോരും. എന്നിട്ടിത് ചെറുതായി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു അടച്ച പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ചിരവി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതൊന്ന് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. തേങ്ങാപ്പാലൊക്കെ എടുക്കണമെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ അതുപോലെ എളുപ്പം കിട്ടും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഉപയോഗമുള്ളൊരു ടിപ്പാണ്. നമ്മളെ വീട്ടിലൊക്കെ പ്രാണികളുടെയും കൂറകളുടെയും പല്ലിയുടെയൊക്കെ പിന്നെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കംഫർട്ടിൻ്റെ ആ ഒരു അടപ്പില്ല, ആ അടപ്പിന് ഒരടപ്പ് കംഫർട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. അതുപോലെ തന്നെ വിനാഗിരി, ഈ അടപ്പിന് തന്നെ 2 അടപ്പ് വിനാഗിരിയും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇത് നമ്മൾ നിലത്തൊക്കെ തുടക്കാൻ ഉപയോഗിക്കട്ടോ. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നിലം തുടക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നിലം തുടച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം, ഈച്ചയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. നല്ല സ്മെല്ലും ഉണ്ടാവും. കംഫർട്ടിൻ്റെ നല്ലൊരു മണമാണല്ലോ, ആ ഒരു മണം കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മേലൊക്കെ തുടച്ചെടുത്ത് നല്ലൊരു ക്ലീനായി കിട്ടുകയും ചെയ്യും. ഒരു പ്രത്യേക സ്മെല്ലും ആയിരിക്കും കേട്ടോ. നല്ലൊരു ആ കംഫർട്ടിൻ്റെ ഒരു മണം, നല്ലൊരു മണമാണ് കേട്ടോ. മൊത്തം കൂടി അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ വീതനമേലും നമ്മളെ സ്റ്റവിൻ്റെ മേലൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പല്ലിയൊന്നും അരിച്ച് വരില്ല, പല്ലിയൊന്നും അരിച്ച് വരില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാക്കിയുള്ളത് ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇത് കാലിയായ ഒരു കംഫർട്ടിൻ്റെ കുപ്പിയാണ്. ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുത്ത് നമുക്ക് ദിവസവും ഉപയോഗപ്പെടുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി പച്ചമുളകൊക്കെ വാടി പോകാതിരിക്കാനുള്ള ടിപ്പാണ്. ഇതിൻ്റെ ഞെട്ടി അതുപോലെ കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു നനവൊന്നുമില്ലാത്ത നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര കാലം വരെയും വാടി പോകാതെ പച്ചമുളക് നമുക്ക് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മുടെ വീട്ടിലൊക്കെ പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലൊരു സംഭവം ഉണ്ടാവില്ല. ഇത് നമ്മൾ തൊടിയിലേക്ക് എറിയാറാണ് പതിവല്ലേ. ഇതിനി തൊടിയിലേക്ക് കളയരുത്. നമ്മളെ വീട്ടിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകോ വഴുതനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ അടിയിലാക്കി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ല കായ്ക്കാനും ഒക്കെ നല്ലതാണ്. നല്ലൊരു വളമാണ് കേട്ടോ അത്. അതുപോലെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ കുറച്ച് മണ്ണ് മാന്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ചെടിയിലൊക്കെ നിറയെ പൂവുണ്ടാവാനൊക്കെ തൊലിനേക്കായും വളരെ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനി ആരും വലിച്ചെറിയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.